ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് ഹോളാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ തന്നെ ഞങ്ങൾ അൺബോക്സിങ് ചെയ്യാണ്. ജസ്റ്റ് ഒരു കാര്യം ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല ടയേർഡാണ് ഈ ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ. കാരണം നല്ല ചൂടായിരുന്നു, 2 മക്കളുടെ ബഹളം, അതിൻ്റെ ഇടയിലാണ് ഈ ഒരു വ്ളോഗ് ചെയ്തത്. അപ്പോൾ അതിൻ്റെതായ ഒരു കോളം നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ അതിൻ്റെതായ രസകരമായ കുറച്ച് സീൻ ഞങ്ങൾ ലാസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ മറക്കാതെ ഫുൾ കാണുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഏത് തുടങ്ങാം? നമ്മൾ 2 ഉണ്ട്. അപ്പോൾ ഒരെണ്ണം നിങ്ങൾ കണ്ടു, ഞാൻ ഒരെണ്ണം ഓൾറെഡി ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വേഗം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുറന്ന് നോക്കിയിട്ടില്ല, ജസ്റ്റ് ഇതൊക്കെ വിട്ടിട്ടുള്ളൂ. അപ്പോൾ 2 ബോക്സ് ഉണ്ട്, ഒന്ന് മാംഗോ ഔട്ട്ലെറ്റും ഒന്ന് മാംഗോ. നമ്മൾ ഏതാ തുടങ്ങുന്ന പ്രമി? ഇപ്പൊ നല്ല സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിൽ ഓഗസ്റ്റിലാണ് സമ്മർ സെയിൽ അല്ലേ? ഓഗസ്റ്റ് അല്ല, ജൂലൈ ഫസ്റ്റ് ഓർ സെക്കൻഡ് വീക്ക് തുടങ്ങി. പക്ഷേ ഈ വർഷം കോവിഡ് ആയതുകൊണ്ട് കുറച്ച് ഡിലേ ആയി. നോർമലി 6 ആഴ്ചയാണെങ്കിൽ ഈ വർഷം 4 ആഴ്ചയുള്ളൂ. അപ്പോൾ ഈ ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞു. ഇതിൽ വരുന്നവരൊക്കെ ഞങ്ങൾ ചിലർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ഇൻഫർമേഷൻ തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചും. ജനുവരിയും ജൂലൈയും 2 സെയിലാണ് ഇവിടെ ഉള്ളത് വർഷത്തിൽ. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് എൻജോയ് ചെയ്തോട്ടോ. അവിടെ വെച്ചാൽ അപ്പോൾ ഇത് നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. ഓക്കെ, അതിൻ്റെ ചായയല്ല, മധുരത്തിൽ കുറച്ച് ചായ ഇട്ടതാ. ഇതെന്റേതാണല്ലോ. അടിപൊളി കളർ, നല്ല കോട്ടൺ, സമ്മറിന് പെർഫെക്റ്റ് ആണ്. ഇനി വിൻ്ററിനാണെങ്കിലും അടിയിൽ ലെയർ ഇട്ട് മേലെ എന്തെങ്കിലുമൊക്കെ ഇടാം. ഒരു ടോപ്പ് ഈസി 1999 സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഞാനിത് കീപ്പ് ചെയ്യും, കാരണം നല്ല കളറ് നല്ലതാണ്. ഇത് അത്യാവശ്യം സീത്രൂ ആണ്. ഞാൻ വെബ്സൈറ്റിൽ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയില്ല. ഇതാണ് ഈ ഒരു വെബ്സൈറ്റിൽ മേടിക്കുമ്പോൾ ചില വെബ്സൈറ്റ് വളരെ പ്രിസൈസ്ഡ് ആണ്, പറയും ഓക്കെ ഇത് കുറച്ച് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആണ് അല്ലയോ എന്നൊക്കെ. ഇത് അതിലൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. സ്പെഷ്യലി ഈ സെയിലുള്ള സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരധികം ഡിസ്ക്രൈബ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ നല്ല മെറ്റീരിയൽ. അപ്പോൾ എടുക്കണോ വേണ്ടിയെന്ന് അറിയില്ല. നമുക്ക് വില ഓർഗാനിക് കോട്ടൺ ആണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഒരു വില. ഇത് നമ്മൾ 2 പേരും എടുത്തല്ലോ, ഫ്രീ ആയിട്ട് ഹാങ്ങറും കിട്ടി. ഞങ്ങൾക്ക് 2 പേർക്കും ഈ പച്ച കളറിനോടൊരു അത്യാവശ്യം ഇഷ്ടമുണ്ട്. ഒരു ഷർട്ട്, വളരെ ലൂസായിട്ടുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. ഓക്കെ, ഇത് കീപ്പ് ചെയ്യാലോ. ഇതിന്റെ വില 9.99 euro. ഇത് 10 യൂറോക്ക് താഴെയുള്ളൂ കേട്ടോ. ഇത് ഞാൻ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അതെടുത്തില്ല. അവസാനം എടുത്ത ആള് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, ലൂസ് ഫിറ്റാണ്, നല്ല കളറാണ്. അപ്പോൾ ഇത് ഭയങ്കര ലൂസായിട്ടുണ്ടായാലും എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഭയങ്കര ലൂസായിട്ട് കിടക്കണത്. ഇത് ലിനനും പിന്നെ ഒരു ചെറിയൊരു വൂളും രണ്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. 16 യൂറോ ഉണ്ട്. ഓക്കെ, എനിക്ക് ഈ ഒരു കളർ ജീൻസ് ഇല്ല. ഇത് മോം ഫിറ്റ് ആണ്, ലൂസാണ്, ഒരു ആങ്കിൾ ലെങ്ത് വരെ ഉണ്ട് ഇതിന്. അപ്പോൾ എനിക്ക് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ലൈറ്റ് കളർ ജീൻസ് അത്യാവശ്യം കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതെന്തായാലും മേടിക്കാം. പിന്നെ ലൂസാണ്, മോം ഫിറ്റാണ്, ഹൈ വേസ്റ്റ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജീൻസാണ്. 20 യൂറോ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് മാംഗോൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ്, ഫ്രാൻസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ്. ഇതെന്ന് വെച്ചാൽ മാംഗോ പ്രോഡക്ട്സ് തന്നെയാണ്, പക്ഷേ മാംഗോ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഔട്ട്ലെറ്റിൻ്റെ കോൺസെപ്റ്റ് അറിയാലോ, വിറ്റുപോകാത്ത സ്റ്റോക്കുകൾ വിൽക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ മാംഗോ ഔട്ട്ലെറ്റിൽ ഉണ്ടായ സെയിലിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ഓൾറെഡി ഔട്ട്ലെറ്റാണ്, അപ്പോൾ നല്ല അത്യാവശ്യം റിഡ്യൂസ്ഡ് ആയിട്ടുള്ള പ്രൈസാണ്. അതിൽ നിന്നും വീണ്ടും സെയിൽ. മാംഗോ ഔട്ട്ലെറ്റ് എനിക്കൊന്ന് സ്പെയിനിൽ നിന്നാണെന്നാണ് തോന്നുന്നത്, എനിക്ക് ഉറപ്പില്ല കേട്ടോ. അങ്ങനെ എന്തോ ഒരു സംതിങ് ആണ്. ഈവൻ എനിക്ക് എന്താ ഇല്ല, ഞാൻ ജസ്റ്റ് നോക്കിയത് റിട്ടേൺ അടിക്കേണ്ടി വരില്ല എന്ന് വിചാരിക്കും. പാൻറ് നീ എടുത്തതാ. വാവ്,
എടി നീ കൺട്രോൾ ചെയ്ത് എത്ര നന്നായി. അല്ല അടിപൊളി മെറ്റീരിയൽ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ 10 യൂറോക്ക് തരണം. അതെ, 9.99. 9.99. ഈ പ്രാവശ്യം സാറയിൽ നോക്കി. H&M പറയാതിരിക്കില്ല ഭേദം. അവിടെ പോവല്ലേ പ്ലീസ്. സത്യം പറയാം, എന്റെ കയ്യിലുള്ള ഡ്രസ്സ് അങ്ങോട്ട് കൊണ്ട് വെച്ചു കൊടുക്കാൻ തോന്നി. ഇതെന്റെതാ? അല്ല, സംശയിച്ചു എന്റേതാണോ നിന്റെ ആണോന്ന്. ഞാൻ ഒരു ലിനന്റെ പാന്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് തോന്നുന്നു. കണ്ടപ്പോ എനിക്കൊന്ന് ഒരു കൊതി. അടിപൊളി ലിനന്റെ ഒരു പാലറ്റ്സ്. പിന്നെ ഞാൻ നിന്നെ വഴിതെറ്റിച്ചതല്ലേ പറയട്ടെ, നീ അങ്ങനെ വഴിതെറ്റി പോണ്ട. 100% ലിനനാണ്. ലിനൻ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഒരു മെറ്റീരിയലാണ്. ആൻഡ് അടിപൊളി, സമ്മറിന് പെർഫെക്റ്റ്, ദ ബെസ്റ്റ്. കോട്ടൺ, ലിനൻ, ഈ രണ്ട് സംഭവം അടിപൊളിയാണ്. ആൻഡ് ചിലതെന്ന് വെച്ചാൽ ഒരു ചാക്കിൻ്റെ ഫീൽ ഉണ്ടാവും. എന്ന് വെച്ചാൽ ചാക്കെന്ന് വെച്ചാൽ ഇത്തിരി ഒരു കട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലതിങ്ങനെ ഒരു ചൊറിച്ചിൽ പോലെ തോന്നും. സൂപ്പറാട്ടോ. ഇതിലത്തെ പാൻറ്റുകളിൽ മൊത്തം ഞാൻ പ്രൈസ് നോക്കിയപ്പോൾ 10 യൂറോക്ക് താഴെ, അത് 9.99 കേട്ടോ. അപ്പോൾ ഒട്ടും എക്സ്പെൻസീവ് അല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അടിപൊളി. യെസ് അടിപൊളി. നല്ല കളറാട്ടോ. കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ. അപ്പോൾ ഇതിൽ 3 കളർ ഓപ്ഷൻ ഉണ്ടായിരുന്നു. എനിക്കില്ലാത്തൊരു കളർ ആയതുകൊണ്ട് ഞാൻ ഇതാണ് എടുത്തത്. സോ ടോപ്പ് ഇത് നിനക്കല്ലേ? യെസ്, ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതിനാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ പ്രൈസ് ആയത്. 20 യൂറോ ആയി. ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്ലൂ ആണ്, നല്ല എക്സിക്യൂട്ടീവ് ബ്ലൂ ആയിട്ട്. എന്ന് വെച്ചാൽ ഞാൻ എവിടെ ജോലിക്ക് പോകാൻ പോണില്ല, അപ്പോഴത്തേക്ക് ഇതൊക്കെ ഇട്ട് ഇവിടെ സോഫിയ കഴിച്ചതിന് കുറേ സാധനങ്ങളൊക്കെ ആയി. എടാ, ഇത് മറ്റേ പാൻറ് പോലും ഉണ്ടോ? അത്യാവശ്യം മറ്റേ പാൻറ്റിന്റെ അതേ കളറാണ്. ഇത് റിട്ടേൺ, പക്ഷെ വ്യത്യാസമുണ്ട് കേട്ടോ. എന്ത്? സെയിം ഡേ റെഫറൻസ് ഓക്കെ. ഒന്ന് ഞെട്ടിപ്പോയി. ഇല്ല, ഞെട്ടിയില്ല, റിട്ടേൺ അടിക്കുള്ളൂ, അത്രേ ഉള്ളൂ. ഇല്ല, കണ്ടോ, ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് ഇത്തിരി കൂടെ ലൈറ്റ് ആണ്, ഇത് ഇത്തിരി ഒരു ചെറിയൊരു കട്ടി. സെയിം, ഓൾമോസ്റ്റ് സെയിം ടെക്സ്ചറോ സെയിം. ഇത് എനിക്കൊരു തട്ടുണ്ട്, ഇതിപ്പോ ഞാൻ മൊത്തം അതെ ആ ഒരു കളറ്. വാവ്, എൻ്റെ പേരിട്ട് അവൾക്ക് തട്ടായിട്ട് ഫീൽ ചെയ്യണം. അല്ല, എനിക്ക് സെയിം ഒരു കളർ ഉണ്ട് പ്രമി, തട്ടം. നമ്മൾ ഇൻട്രോയില് ഓൾമോസ്റ്റ് എനിക്ക് തട്ടം കുറവാ. നല്ല ഭംഗിയുണ്ട്. ഇത് കീപ്പ് ചെയ്യുമല്ലോ അല്ലേ പ്രമി? എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു കളർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓർമ്മ വരുന്നു. ഞാനിതിൽ കണ്ട ഒരു ഓർമ്മയില്ല. എന്താടി ഇത്? ഒരു ടോപ്പാണ്. ഓ, അടിപൊളി. ഇത് സൈഡിൽ കണ്ടപ്പോൾ നിമിനോട് ചോദിച്ചു വേണോ വേണ്ടോ. അപ്പം ഞാനിങ്ങനെ അങ്ങനെ പറഞ്ഞാണ്. എന്നിട്ട് ഫൈനൽ നിമി അതെടുത്തു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്. ഓ യെസ്, എൻ്റെ ഒരു ഇന്നർ ഇട്ടേ പറ്റൂ. അതെ, പക്ഷെ നല്ല കട്ടി കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇതൊരു ടിപ്പിക്കൽ സമ്മർ കളറല്ല. ഓഫ്കോഴ്സ് സമ്മർ കളറല്ല, ഒരു ഓട്ടം കളറാണ്. സുഖമുള്ള തുണിയാണ്. അതോ കാണിച്ചു തരാം. സോ ഇത് ചുക്കിച്ചു കൊടുക്കുക, അതിനത്ര ഭയങ്കര സുഖമുള്ളൊരിതാണ്. ലെയറായിട്ട് ഇട്ടാൽ നമുക്ക് വിൻ്ററിന് വിടാം. അപ്പോൾ നല്ല ലൂസായിട്ട് പറ്റിയുള്ള ഇതിനാണ് 19.90 ആയത്. ഇതിന് 19.90 ആയി. സോറി, ഇപ്പം ഇതിന് 19.90 ആയി. ഷമീസ് മീൻസ് ഷർട്ട് കേട്ടോ. അല്ല, ഇതെന്തായാലും മേടിക്കണം എന്ന് വിചാരിച്ചാൽ ജീൻസ് ജാക്കറ്റ്. ഇതിനാണ് 990. ഈ ഒരു പ്രൈസിന് ജീൻസിന്റെ ഒരു ജാക്കറ്റ് ഇംപോസിബിൾ. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓക്കെ, ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് എന്തായാലും ഞാൻ ഇന്ന് ഈ സെയിലിന് മേടിക്കാമെന്ന് തീരുമാനിച്ചത്. ഈ പ്രൈസ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. H&Mൽ ഏറ്റവും മിനിമം ഞങ്ങളുടെ 1990 ആണ്. അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പോൾ ഇതൊരു സ്പ്രിംഗ് സീസൺ, ഓട്ടം സീസൺ അടിപൊളി. പിന്നെ രാത്രി സമ്മർ നമ്മൾ പുറത്ത് പോവുകയാണ്, സമ്മറിൽ രാത്രി പുറത്ത് പോവുകയാണെങ്കിൽ പറ്റിയ സാധനം. ഇത് ഓവർ സൈസ് ആണ് കേട്ടോ. അടിപൊളി. പിന്നെ നല്ല ലെങ്ത് ഉണ്ട്. എന്ന് വെച്ചാൽ നീളമുണ്ട് ഈ ഒരു ജാക്കറ്റ്. ചെറിയ ജാക്കറ്റ് ഭയങ്കര കയറിയാണ് നിൽക്കുന്നത്, പക്ഷേ ഇത് അത്യാവശ്യം നീളമുണ്ട്. എനിക്ക് അതും കൂടിയാണ് ഇഷ്ടമായത്. എനിക്കൊന്ന് മെയിനായിട്ട് ഇപ്പോൾ ഞാൻ മോളെ ഡ്രോപ്പ് ചെയ്യണ സമയത്ത് ചെറിയൊരു ഡിസ്റ്റൻസാണ്, പക്ഷേ എന്നാലും ചെറിയൊരു ഡിസ്റ്റൻസ് നമ്മൾ കാർ എടുത്തിട്ടാണ് പോണത്. ഒടുക്കത്തെ വടി കട്ടിയുണ്ട് കേട്ടോ. കട്ടിയുണ്ട് എന്ന് വെച്ചാൽ നല്ല മെറ്റീരിയലാണ്. വെറുതെ 9 യൂറോന് വെറുതെ ഒരു എങ്ങനെയൊക്കെയോ ആയിട്ടുള്ളതല്ല, നല്ല ജീൻസാണ്.
സത്യം പറഞ്ഞത് എങ്ങനെ വിൽക്കാതെ പോയി എന്നാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കണേ. ഇനി വല്ല പ്രശ്നമുണ്ടാ? ഇനി ശരിക്കും നോക്കട്ടെ, അവസാനം വരുമ്പോൾ എല്ലാം റിട്ടേൺ അടിക്കും. നമുക്ക് എന്തൊക്കെ നമ്മൾ കീപ്പ് ചെയ്യില്ലാന്ന് നമുക്കിപ്പോൾ ഓഫ്ലൈൻ ഡിസൈഡ് ചെയ്തിട്ട് കീപ്പ് ചെയ്യാത്ത സാധനങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, നോക്കാം. സോ ഫ്രണ്ട്സ്, നമ്മൾ ട്രൈ ചെയ്തു. അപ്പോൾ ഇതാണ് ഞാൻ എടുക്കുന്ന സംഭവങ്ങൾ. ഇതാണ്. അപ്പോൾ ഈ ലിനൻ്റെ പാൻറ്റ്, ഈ മോം ഫിറ്റ് ജീൻസ്, അത് പെർഫെക്റ്റ് ആണ്. ഓക്കെ, എൻ്റെ അടുക്ക് സോഫിയ വന്നു. ഓക്കെ, ആൻഡ് ഇത് പ്രീമി എടുത്ത പാൻറ്റാണ്. ഞാൻ നേരത്തെ കണ്ടില്ലേ, രണ്ടെണ്ണം ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രീമി ഒരെണ്ണം എടുത്തു, ഞാൻ ഒരെണ്ണം എടുത്തു. ആൻഡ് ഇത് ആ ഒരു ഗ്രീൻ കളർ ഷർട്ട്, ഇത് നല്ല ആ ഒരു ബ്ലൂ കളർ ഷർട്ട്. അപ്പോൾ ഇത് രണ്ടും എടുക്കുകയാണ്. ആൻഡ് ഈ ജീൻസിൻ്റെ ജാക്കറ്റും. അപ്പോൾ ഞാൻ 1, 2, 3, 4, 5, 6 ഐറ്റംസ് എടുക്കുകയാണ്. ഇത് ഞാൻ ട്രൈ ചെയ്തു, നല്ലതാണ്. പക്ഷേ അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആണ്, നിഴലടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എടുക്കണ്ടെന്ന് വെച്ചു. പിന്നെ ആ ഒരു 1990 ഉള്ള ആ ഒരു ഇത് എനിക്ക് തോന്നിയില്ല. കാരണം ഇതൊക്കെ 9.99 എന്ന് വെച്ചാൽ 10 യൂറോന് താഴെയായിട്ട് എനിക്ക് ഇത്രയും നല്ല ഇഷ്ടമായി. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത് അത്ര ഇതായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു സാധനം ഞാൻ ഒഴിവാക്കി, 2 സാധനം ഞാൻ ഒഴിവാക്കി, ഒരു സാധനം ഞാൻ പ്രീമിയുടെ എടുത്തു. അപ്പോൾ ഇനി പ്രീമി എന്തൊക്കെ എടുത്ത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഞാൻ എന്താണ് കീപ്പ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതൊരു പാൻറ്റാണ്. നേരത്തെ ഞാൻ 2 പാൻറ്റും ഏകദേശം സെയിം കളറാണ് എടുത്തത്. അപ്പോൾ ഇത് കുറച്ചും കൂടി കട്ടിയുള്ളതുകൊണ്ട് ഇതാണ് ഞാൻ എടുക്കുന്നത്. നിമി മറ്റേതും എടുത്തു കേട്ടോ. പിന്നെ ഈ ഒരു സ്വെറ്റർ, അപ്പോൾ ഇത് ഭയങ്കര സുഖം ഇടാനും, നല്ല രസമുണ്ട്. നിമി വരെ ഇട്ടിട്ട് നിമിക്ക് വരെ ഇഷ്ടമായി. ഈവൻ സമ്മറിൽ ഇടാനും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ ഒരു ടീഷർട്ടും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ മറന്നു എന്താണെന്നുള്ളത്. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റാണ്, ഈ സമ്മറിന് പറ്റിയതാണ്. ഈ 2 എണ്ണം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് എടുക്കുന്നുള്ളൂ. ഇത് ആക്ച്വലി നിമി എടുത്തതാണ്, ബട്ട് ഫൈനലി എൻ്റെ കയ്യിലോട്ട് വന്നു. കാരണം നിമിക്ക് ഇഷ്ടമായില്ല. അപ്പം ഞാൻ ഇട്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ എടുക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ മറ്റൊരു സൈറ്റിൽ ഇത് കുറച്ചും കൂടി ലാഭത്തിലുണ്ടെന്ന്. അപ്പോൾ അത് അവിടെ അവൈലബിൾ ആണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കും, ഇല്ലെങ്കിൽ ഇത് ഞാൻ കീപ്പ് ചെയ്യും. ഇതൊരു പാൻറ്റാണ്, ഇതും ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ എടുക്കും. എൻ്റെ ഏറ്റവും വലിയ വിഷമം ഇതാണ്. ഈ ഒരു പച്ച, ഈ ഒരു ഗ്രീൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫേവറേറ്റ് ആണെന്നുള്ളത്. അപ്പോൾ നിമി ഇട്ടു, ഞാനും ഇട്ട് നോക്കി, എനിക്ക് ഒട്ടും ചേരുന്നില്ല. എൻ്റെ ഭയങ്കര വിഷമമാണ് എനിക്ക്. അപ്പോൾ ഇത് ഞാൻ റിട്ടേൺ അടിക്കണം. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൽ 19 യൂറോക്ക് വേണ്ട എന്ന് വെച്ചതാണ് ഫൈനലി ഞാനിവിടെ എന്താ പറയുക ഒരു ഇതായി നിൽക്കുന്നത്. ഇതെല്ലാം സിനിമയൊക്കെ കുത്തി എൻ്റെ ആയിരുന്നു ഏറ്റവും വില കൂടിയത്. അല്ല, അൽഹംദുലില്ലാ, അതിൻ്റെ അല്ലല്ലോ. ഇതൊക്കെ വിട്ടിട്ടുള്ളൂ. അപ്പോൾ 2 ബോക്സും പിന്നെ 2 ബോക്സും മാംഗോ എന്നുള്ള ബ്രാൻഡാണ്. ഓൺലൈൻ ഷോപ്പ് ചെയ്ത് 2ഉം മാംഗോ എന്നാണ്. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിപ്പയർഡ് അല്ല, മനസ്സിലായല്ലോ എന്ത് പ്രിപ്പറേഷൻ. സത്യം എന്ന് വെച്ചാൽ ഔട്ട്ലെറ്റിൻ്റെ കോൺസെപ്റ്റ് അറിയാലോ, വിറ്റുപോകാത്ത സ്റ്റോക്കുകൾ വിൽക്കുന്ന ഒരു സ്ഥലം, സ്പേസ്. നന്നായി. എസ്പാസ് യൂട്യൂബിൽ നല്ല നിനക്ക് കാശ് ഇട്ടാ പോണെ. ഓക്കെ, ആലോചിക്കുന്നു നെഞ്ചിടിച്ചിരിക്കുന്നു. അതല്ല, ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ സീ യു സൂൺ. ടേക്ക് കെയർ. ബൈ.